ചേച്ചിയെ ഇതെന്തോ തോരണമൊക്കെ കെട്ടിയിട്ടേ ചേട്ടൻ ചത്തുപോയാ? എന്റെ പൊന്നു ഞാൻ ചേട്ടൻ ചത്തെങ്കിൽ രക്ഷപ്പെട്ടില്ലയോ ഞാൻ? പിന്നെന്തോ തോരണമൊക്കെ കെട്ടിയിട്ടേ? കുഞ്ഞിന്റെ ബർത്ത്ഡേ ആടാ. ഞാൻ വെറുത്തടേയും. അയ്യോ അതെന്തോ പറ്റി? ഒന്നും പറയണ്ട മോനെ, കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിട്ട് നല്ലൊരു ദിവസം ഇല്ലേ ഇന്ന്? നേരം വെളുത്തപ്പോ ഇറങ്ങിപ്പോയേക്കുവാ മനുഷ്യൻ. അയ്യോ ഏതെങ്കിലും ഷാപ്പിൽ നിന്ന് ഇപ്പൊ 4-ാം കാലം കയറി വരും ഇങ്ങോട്ട് കുഞ്ഞിന്റെ ബർത്ത്ഡേ കുളവാക്കാൻ. പായസമൊക്കെ ഉണ്ടാക്കിയോ? ഇവിടെ അതാ പായസം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് കൊള്ളാമല്ലോ. എന്റെ കുഞ്ഞെ ഒരു കാര്യം ഞാൻ പറയാം. നീ ഇവിടുന്ന് വരുന്നതിനോ എന്നെ തുടർന്നുകൊണ്ട് ഞാൻ പറയുമല്ല. അല്ല, കൊച്ചു കുഞ്ഞുങ്ങൾ വന്നാലും ആ കാലമാടൻ സംശയമാണ്. അവർക്ക് ആ മുടിഞ്ഞ സംശയമാ. ആണോ? പിന്നില്ലയോ? ഉദാഹരണത്തിനെ നീ എന്നെ ഒന്ന് എടുത്തേ. എന്നെ ഒന്നും എടുക്കടാ. എടുക്കാൻ? ആ പിന്നെന്തുവാ നീ എടുത്തേ. നീ ഇപ്പൊ എന്നെ എടുത്തേക്ക് വന്നേ ആന്നല്ലോ. ഇതങ്ങാടാ അങ്ങാര് കണ്ടോണ്ട് വന്ന സംശയപാടെ ഇറക്ക അങ്ങ് സംശയമാ. അയ്യോ പിന്നില്ലയോ? ഞാൻ ഈ ചേച്ചിയെ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുന്ന പുള്ളിക്കാരൻ കണ്ടോണ്ട് വന്ന സംശയമാ. നിന്റെ മനസ്സിൽ വല്ല കള്ളം ഉണ്ടോ? എവിടുന്ന്? ചേച്ചിയുടെ മനസ്സിൽ വല്ല കള്ളം ഉണ്ടോ? ഇല്ല. നീ താഴെ ഇറക്കിക്കേ. താഴെ ഇറക്കടാ ചേച്ചി. എന്റെ മനസ്സിൽ ചെറിയ കള്ളമൊക്കെ വരുന്നുണ്ട്. കൊള്ളാം എന്റെ പൊന്നു കുഞ്ഞ, നീ ഇവിടെ നിന്ന് കറങ്ങല്ലേ. പ്രശ്നമാകുവേ. ചേച്ചി ഇത്രയും സംശയമുള്ള ചേട്ടന് നമുക്കൊരു പണി കൊടുത്താലോ? അതങ്ങനെ കൊടുക്കും. നമുക്ക് അങ്ങ് കെട്ടിപ്പിടിച്ച് നിൽക്കാം. അതെന്തിനാ? നമ്മുടെ മനസ്സിൽ കള്ളമൊന്നും ഇല്ലല്ലോ. രാത്രി സമയത്ത് ഇവിടെ നിന്ന് കറങ്ങരുത്. ലങ്കാര് വന്ന് എന്നെ കാലെ പിടിച്ച് നിലത്ത് കളിക്കും. പറഞ്ഞേക്കാം. കേട്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ഇല്ല. 8 വർഷമല്ലേ ആയുള്ളൂ. നമ്മുടെ കുഞ്ഞിന്റെ എത്രാമത്തെ പിറന്നാൾ ഇത്? 9ാമത്തെ. എന്റെ മഹാലക്ഷ്മിയാ നീ. എന്നിട്ട് ആ സാബ് ഷാപ്പിൽ നിന്ന് പറഞ്ഞ എന്തോന്നറിയാം? എന്താ പറഞ്ഞു മനുഷ്യ? നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. സത്യമാണോ? എന്നെ വിശ്വസിക്കാൻ അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ചെറിയ സംശയം എനിക്ക് ചെറിയ സംശയമുണ്ട്. എന്താ സംശയം? ഇവിടെ എന്തോ മണക്കുന്നുണ്ടല്ലോ. കേക്കല്ലേ മനുഷ്യ ഓർന്ന് വെച്ചേക്കുന്നത്, പിന്നെ മണക്കത്തില്ലയോ? ആ മണമല്ല, അല്ലാതെ ഇവിടെ എന്തോ ഒരു പന്തികേടുണ്ട്. പാരാത്രിക്ക് ഇവിടെ മണത്ത്. നീ ഒരു കാര്യം ചെയ്യും. റെഡി 1 2 3 എന്ന് പറയുമ്പോ അങ്ങോട്ടൊന്ന് ചാടണം. ചാടുവോ? റെഡി 1 2 3. പാപിയാ ഞാൻ. സ്വന്തം ഭാര്യ സംശയിച്ച പാപി. വേണുവേ, നിന്നെ കൊന്ന് ഞാൻ കുഴിച്ചു പോടും കേട്ടല്ലോ. എന്തുവാ പിന്നെ ഒരു മണം? ഓ, നിങ്ങൾക്ക് എന്തോ ചിക്കനൊക്കെ ഇവിടെ വറുത്ത് വെച്ചേക്കുമല്ലോ. ഇവിടെ എന്തോ സംഭവം ഉണ്ട്. ഒന്നുമില്ല മനുഷ്യ, നിങ്ങൾക്ക് തോന്നതാന്ന്. നീ റെഡി 1 2 3 ഇപ്പുറത്തോട്ടൊന്ന് ചാടാവോ? ചാടാവല്ലോ. റെഡി 1 2 3. എന്റെ പിള്ളേരമ്മേ, വീണ്ടും ഞാൻ സോറി. എന്നാലും വേണു എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്ന്? വേണു പറഞ്ഞ ഒരു ഭ്രാന്തായിട്ട് നിങ്ങളല്ലേ വിശ്വസിക്കാൻ പോയത്? നാണമില്ലാത്ത മനുഷ്യനെ. എന്തായാലും അവൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു പ്ലേ, ഒരു കളി. കൊള്ളം എന്ന് പറയുമ്പോ നീ അങ്ങോട്ട് ചാടണം. എങ്ങനെ? കൊളം എന്ന് പറയുമ്പോ അങ്ങോട്ട് ചാടണം. കര എന്ന് പറയുമ്പോ നീ ഇങ്ങോട്ട് ചാടണം. മനസ്സിലായില്ലേ? അപ്പൊ കളിക്കാം. സ്റ്റാർട്ട്. കൊള്ളം, കര, കൊള്ളം, കരിങ്കോള. ഇനി ചേട്ടൻ എന്നെ ഞങ്ങൾ വാക്കാം. ഓക്കെ. കുഞ്ഞിന്റെ പിറന്നാളായതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക. അറിയില്ല, നമ്മുടെ മോനും തേടി. മോനോ? മോനെ പല്ല് കേൾക്കത്തില്ല. കറക്റ്റായിട്ട് കുഞ്ഞിന് ആഹാരമൊക്കെ കൊടുക്കുന്നില്ലയോ? കുഞ്ഞിന് ശരിക്കും ഞാൻ ആഹാരം കണ്ടില്ലേ? അവന്റെ ശരീരം കണ്ടില്ലേ മനുഷ്യ നിങ്ങള്? അപ്പഴേ നമ്മുടെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞിട്ട് നീ ചേർത്തായിരിക്കും. സ്കൂളിൽ കൊണ്ടുപോയ കാര്യമൊന്നും പറയണ്ട. ഇവൻ സ്കൂളിൽ ചെന്നപ്പോ പറയുവാന്നേ, ഇവൻ ആ പേര് വേണ്ടെന്ന് പറഞ്ഞ എന്തോ മഴക്കാരത്തോടെ കിടന്നറിയാവോ? എനിക്ക് ആ പേര് വേണ്ട പപ്പ. മാധവൻ കുട്ടി എന്നുള്ള പേരിന് എന്താ ഇപ്പൊ കുഴപ്പമെന്തോ? അയ്യോ, ഈ മാധവൻ കുട്ടി എന്നൊക്കെ പറയുന്ന പേര് ആനക്കിടുന്നതാണ്. എനിക്ക് നല്ല ഇംഗ്ലീഷ് പേര് പറഞ്ഞു താ. അപ്പൊ നിനക്ക് ഇംഗ്ലീഷ് പേര് വേണം? വേണം. അപ്പൊ നിന്റെ മുഖത്തിനും നിന്റെ ആഹാര ഭംഗിക്കും പറ്റിയ ഒരു ഇംഗ്ലീഷ് പേര് എന്റെ കസ്റ്റഡിയിലുണ്ട്. അയ്യോ പറ പപ്പ. പറയട്ടെ? ആ പറ. ഡൊമെക്സ്. അയ്യോ, അതിന്റെ അർത്ഥം എന്തുവാ പപ്പ? അതിന്റെ അർത്ഥം അറിയത്തില്ല? ഇല്ല. നിനക്കും അറിയത്തില്ല? എനിക്കറിയത്തില്ല. നീ ടിവിക്കകത്ത് പരസ്യമൊക്കെ കാണിക്കത്തില്ലേ? ഒരു ക്ലോസറ്റിന്റെ പരസ്യം. അതിനകത്തുനിന്ന് ഒരു വൃത്തികെട്ട പച്ച ജീവി ഇറങ്ങി വന്നിട്ട് കൊടുത്ത ഡൊമക്സ് വരുന്നേ ഓടിക്കോ എന്ന് പറയത്തില്ലേ? അയ്യോ, നല്ല പേരാ. അയ്യോ, കേക്ക്.
ഒരു ആർത്തിയാ ചെറുക്കന് പരവേശമെല്ലാം കണ്ടു കഴിഞ്ഞാൽ പണി ചെയ്യുന്ന പൈസ എല്ലാം അരിച്ചാക്ക് മേടിച്ച് ഇരുവല്ലയോ ഞാനെന്താ മുടിപ്പിക്കാനായിട്ട് ഒന്നും പറയണ്ട. ഇനി നമ്മുടെ കോഴഞ്ചേരിയിലുള്ള മാമൻ വന്നു. ഇതുവരെ വന്നില്ല. മാമനെ വിളിച്ച് പറഞ്ഞില്ലേ മനുഷ്യങ്ങള്? അവന്റെ കുഞ്ഞിന്റെ 28-ന് ഞാൻ കൊണ്ടുപോയി അരിഞ്ഞാണ് വിട്ടതാ. എനിക്കത് തിരിച്ചു കിട്ടണം, അല്ലെ ഞാൻ അവിടെ ചെന്ന് ഞാൻ ചെയ്തു. നിങ്ങൾ വേഗത്തിനൊന്നും പോകണ്ട. അങ്ങനെ വരുവന്നേ. പ്രായമുള്ള മനുഷ്യല്ലേ, വണ്ടിയും വെള്ളവും ഒക്കെ വിളിച്ച് വരണ്ടായോ? അപ്പൊ ആളും പേരും വരുന്നതിന് മുമ്പ് നമ്മുടെ ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. എല്ലാം റെഡിയാ അവിടെ. എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെന്തുവാ 500 പേർക്കുള്ള സംഭവം ഉണ്ടല്ലോ. എല്ലാവർക്കും ഉള്ള റെഡി ആയിട്ടുണ്ട്. റെഡിയാക്കി വെച്ചു. പിന്നെ ഇറച്ചിയൊക്കെ റെഡിയാക്കി വെച്ചു. ഹലോ, നമസ്കാരം. ഫംഗ്ഷൻ തുടങ്ങിയോ? ഞാൻ വിചാരിച്ചു ലേറ്റ് ആയി വിചാരിച്ചു. അപ്പൊ ചായം പടം എടുത്തോളൂ. ചായം പടം എടുത്തോളൂ. അതെ അതെ, ഇതേ ഉള്ളൂ. ഇതൊന്നും വേണ്ടായിരുന്നു കേട്ടോ. നമ്മളിതൊന്നും പ്രതീക്ഷിച്ചോട്ടല്ല. നമ്മുടെ പാലക്കാട് രമണിയുടെ മോന്റെ കൂട്ടിരിക്കുന്നു. അവനാണോ ഇനി? അവന്റെ മുഖം ഇങ്ങനെ അല്ലടി. വെള്ളം വെള്ളം ഒരുപാട് യാത്ര ചെയ്തു വന്നില്ലയോ? ആരായാലും ചെക്കാണോ എന്തോ അറിയത്തില്ല, പൈസയാണോ ഞാൻ നോക്കട്ടെ. ഞാൻ രമേശ്. രമേശ് എന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല. രമേശ് നമ്മുടെ അമ്പിളിയുടെ അവന്റെ മുഖം ഇങ്ങനെ അല്ലല്ലോ. ചേർത്തലയിൽ നിന്ന് വരുന്നു. ചേർത്തലയാണോ അല്ലല്ലോ? അവിടെ എന്ത് കളിയില്ലേ മനുഷ്യ? എന്തായാലും ബാക്കിയൊന്ന് വായിച്ചു. വെളിയിലെ പന്തല് കണ്ട് കയറിയതാണ്. വിളിച്ചിട്ടുമില്ല, വിശന്നിട്ടും വയ്യ, വഴക്ക് പറയരുത്. വായിച്ചു കഴിഞ്ഞല്ലോ. വായിച്ചു അതിങ്ങോട്ട് തന്നേക്ക്. നാളെ ഒരു കല്യാണം ഉണ്ട്, അതുകൊണ്ടാട്ടോ. അനിയാ നീ വന്നേ, ആ പാഴ്സൽ ഇവിടെ വെച്ചിട്ട് ഇറങ്ങി പോടാ അവിടുന്ന്. ആവശ്യമില്ലാതെ കയറി വന്നോളൂ. പിന്നെ ഒറ്റയാൻ അറിയാവുന്ന ആൾക്കാരെ മാത്രം വരുമ്പോ തന്നെ ഭക്ഷണം കൊടുത്താൽ മതി. എനിക്കങ്ങ് വെച്ച് വിളമ്പി കളയാൻ നിനക്കങ്ങ് ഞാൻ പറഞ്ഞേക്കാം. ഇത് നമ്മുടെ കോഴഞ്ചേരി മാമൻ വന്നു. കോഴഞ്ചേരി മാമൻ ഇതുവരെ ഇങ്ങ് എത്തിയില്ല. വന്നിട്ടില്ല. അവൻ വരത്തില്ലയോ? മനുഷ്യ അങ്ങനെ അങ്ങനൊന്നും വിളിക്കരുത്. മാമനല്ലയോ? മാമനായാലും കൂമനായാലും എന്റെ ഞാൻ കൊണ്ട് അരിഞ്ഞാണ് വിട്ടു. എനിക്കത് കിട്ടണോന്ന്. അരിഞ്ഞാണ് അവർക്ക് കൊടുത്തു തരും. ഒന്നും പറയണ്ട. മനുഷ്യ ആലമ്പ് കാണിക്കരുത് കേട്ടോ. മാമ മര്യാദക്കാരനും മാന്യനും അവരും പറഞ്ഞു. മാമ താമസിച്ചു പോയി. വരാൻ അല്പം താമസിച്ചു. ഒരുപാട് ദൂരനൊക്കെ വരണ്ടേ? ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് നടന്നു വരുക. അതിന്റെ 60 രൂപ അങ്ങ് കൊടുക്കണം. ഞാൻ കൊടുത്തോളാം. എവിടെ മോനുണ്ട്. വളർന്ന് വലുതായി. ഇവിടെ ഇന്നെടുത്തോ. അയ്യോ അയ്യോ അയ്യോ, എന്തോ മാമ കൊണ്ടുവന്നു. മേടിച്ചോണ്ട് വന്നോ. നോക്കട്ടെ മാമ എന്തോ നിങ്ങൾക്ക് പരാതിയില്ലായിരുന്നു. മാമ ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. മാമൻ എന്തായാലും അതൊക്കെ മേടിച്ചിട്ട് വന്നില്ല. മറ്റേ അരിഞ്ഞാണത്ത് മാമ ഇത് രണ്ടും 2 കളറാണല്ലോ മാമ, വെളുത്തതും കറുത്തതും. ഇത് മോൻ വെളുത്തവാവിനിടണം, ഇത് കറുത്തവാവിനിടണം. നല്ല സാധനങ്ങളാ മക്കളെ. അകത്തോണ്ട് വെച്ചോട്ടോ. കാര്യം ചെയ്യാം. നമുക്ക് ഇത്തിരി മധുരം കഴിച്ച് നമുക്ക് ലഡു. മധുരം കഴിക്കാൻ പറ്റില്ല മോളെ. മധുരം തൊടാൻ പാടില്ല. മധുരം തൊട്ട് കഴിഞ്ഞാൽ അസുഖം. ജിലേബി വേണ്ട. ജിലേബി വേണ്ട. ജിലേബി വേണ്ട. വലിയ വേണ്ട. മധുരല്ലേ? മധുരം ഒട്ടും വേണ്ട. ഒട്ടും വേണ്ട. അല്ലെ നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലും വേണ്ട. വേണ്ട. വേണമെങ്കിൽ കയ്പുള്ള ഒരു ജിലേബി ഉണ്ടെങ്കിൽ എടുത്തു. കയ്പുള്ള ജിലേബി ഒന്നും ഇല്ല. അടുക്കളക്കകത്തിരിക്കുന്ന ഉപ്പുണ്ടായി പിന്നെ കുറച്ച് അണ്ണാക്കിലോട്ട് തള്ളിക്കും. സോറി മാമ, നമുക്ക് എന്തെങ്കിലേ നമുക്ക് കേക്കൊക്കെ മുറിക്കാം. കേക്ക് മുറിച്ചാൽ അതിന്റെ എനിക്ക് തൊടാൻ കൊള്ളുന്നു. മധുരം എനിക്ക് പറ്റില്ല. മുറിച്ചാൽ മതി. അപ്പൊ ഒരു കാര്യം ചെയ്യും, അന്ന് ഇച്ചിരി ഇറച്ചി കഴിച്ചാലോ? ഇറച്ചി ഇരിപ്പുണ്ടോ? ഇറച്ചിയുണ്ട്. മാമന് കുഴപ്പമൊന്നുമില്ല. മോൻ എന്താ അറിയാമോ, ഈ മധുരമുള്ള ചായ, മധുരമുള്ള ഒരു സാധനവും മാമന് കഴിക്കാൻ മേലാത്തോണ്ടാ. അസുഖം പെട്ടെന്ന് കയറി അങ്ങ് പിടിക്കും. ആണല്ലേ? ഇതെന്നാടാ വെളുത്ത ഇറച്ചി? ഇത് പപ്പാസ് കറി. പപ്പാസാണോ? കൊള്ളാം. കഴിച്ചു. മാമൻ ഒരു കാര്യം കേൾക്കണം. മാമനൊരു സ്നേഹമുള്ളതുകൊണ്ട് പറയൂ. നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ കിട്ടിയത് എനിക്കൊരു പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നല്ലതായിട്ട് കറി വെക്കും. നമ്മളൊരു 10-300 രൂപയുടെ പണി ചെയ്തിട്ട് ഇവിടെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ കറി വെക്കും. നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കറി അങ്ങോട്ട് വെക്കും. വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഒരു മണമുണ്ട്. ഈ മണം ഇങ്ങനെ വെളിയിലോട്ട് അടിക്കുന്ന സമയത്ത് ഏതേലും തെണ്ടികൾ കയറി വന്ന് ഇതങ്ങ് കഴിക്കും. കഴിക്കുന്നോണ്ട് പറയുമല്ല. ഇതൊക്കെ പോയിട്ട് ആദ്യം ഒന്നൊന്ന് കഴിച്ചെന്ന് വെച്ചു, രണ്ടാമത് ഒന്ന് ചോദിക്കുമെന്ന്.
ഡേവിഡ് മാമനോടല്ല. അല്ല അല്ലല്ല. ഡേവിഡ് ആ. ഈ ഭൂമി ഒന്ന് രണ്ടായിട്ട് പിളർന്നെങ്കിൽ അങ്ങ് അടിയിലേക്ക് പോകായിരുന്നു. ഒരു കാര്യം ചെയ്യും മാമ, നമുക്കിത് മുറിച്ചല്ലോ. എനിക്ക് പറ്റില്ല മോനെ, കേക്ക് തൊടാൻ പറ്റില്ല, മധുരം പറ്റില്ലാത്തോണ്ട് പറഞ്ഞതല്ലേ. മാമ അതല്ല, രാത്രി 12 മണി കഴിഞ്ഞ് കറണ്ട് കേട്ടോ, അതിന് മുമ്പ് നമുക്ക് ഫംഗ്ഷൻ അടിച്ചങ്ങ് തീർക്കണം. കറണ്ട് കേട്ടാണോ? കറണ്ട് കേട്ടോ, അതിന് മുമ്പ് തീർക്കണം. അതിന് മുമ്പ് തീർക്കണം. ഓക്കെ ഓക്കെ. മാമ ചടങ്ങ് അങ്ങ് നിർവഹിച്ച ചടങ്ങ് ഞാനാണോ? ആ ചടങ്ങ് എനിക്ക് വയ്യ. മോനെ വാ. മോനെ ഓടി വാ. ഇത് തൊടാൻ പാടില്ല, മധുരം തരം നീങ്ങി നിന്ന് മുറിക്കാം അല്ലേ? ഇങ്ങോട്ട് നീ ഇന്ന് പോ. അല്ല, എനിക്ക് മധുരം ആയതുകൊണ്ട് തൊടാൻ പാടില്ല. അയ്യോ കറണ്ട് പോയല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. എമർജൻസി എടുത്തോളാം മോനെ. പെട്ടെന്ന് വാ, വേണ്ട. വന്നേ കറണ്ട് മാമനെ ചിലപ്പോ പിണങ്ങിപ്പോയി. നിങ്ങൾ അതുപോലെയൊക്കെ പറഞ്ഞില്ലയോ മാമനെ? എന്തൊക്കെ ആശയം പറഞ്ഞു? മധുരം ഇഷ്ടമല്ലല്ലേ? ഇതാരാ എന്റെ വാഴ കൊണ്ടുവച്ച്? ഞാനാ തെറ്റുകാരൻ, മനസ്സിലായല്ലോ. മാമനിങ്ങ പോ. മധുരം താല്പര്യമില്ല. അല്ല, മധുരം ലഡു വേണ്ട, ജിലേബി വേണ്ട, ഉപ്പ് വേണം. മാമനിങ്ങ മാമൻ കുഴപ്പമില്ല, മാമൻ കഴിച്ചിട്ട് പോയാൽ മതി. ആവശ്യത്തിന് കഴിക്കുക, ആവശ്യത്തിന് മാമൻ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി. മാമ കഴിക്ക, മാമൻ കഴിക്ക്, മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി. മാമയോട് പറയണം ഡേവിഡ് സൽക്കരിച്ചാ വിട്ടേന്ന്, കേട്ടല്ലോ? കഴി കാപ്പി ബർത്ത്ഡേ കാപ്പി ബർത്ത്ഡേ. കേക്ക് മുറിച്ചിട്ടുണ്ടേ മുഖത്ത് കേക്ക് പാത്രത്തില്ലേ വേണം അവിടെ ഒരേ കഷ്ണം ചോദിച്ചു. ഇതിനെങ്ങനെ പുള്ളി അങ്ങനെ ഉള്ളതാണ്. കാപ്പി ബർത്ത്ഡേ. അഭിനയിച്ചില്ലേ ഓക്കെ മോനെ. മല്ലേ സംഭാവനയൊന്നുമില്ലേ? ഇതിനൊക്കെ സംഭാവനയാ. മാമോ, എന്റെ കുഞ്ഞിന് ഞാൻ എത്ര രൂപ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന അറിയോ? ഭക്ഷണം തന്നെ 800 രൂപ, ഈ കേക്ക് തന്നെ 200 രൂപ, ഈ പന്തലുണ്ട് ആർപ്പാളെ 600 രൂപ. ആരും എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അറിയോ? എടാ ഡേവിഡേ, ആ. നീ നിന്റെ മോനും കൂടി എന്നെ ആക്ഷേപിക്കുന്നു. ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നത് പോട്ടെ, നിന്റെ മോൻ ഇത്രയും വലുതായല്ലോ, ആയി. നീ ഇന്ന് വരെ അവനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അമ്മാവനൊരു കാര്യം മനസ്സിലാക്കണം. ആ. എന്റെ കുഞ്ഞ അവൻ ഒരു പോരായ്മ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അത് മനസ്സിലായോ? ആ. അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എവിടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എവിടെ? വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എടാ, ഗിഫ്റ്റ് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ വല്ലവരും എടുത്തോണ്ട് പോയി എടുത്തോണ്ട് വാ. അമ്മ അങ്ങനെ ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റാത്ത ഗിഫ്റ്റ് ആണെന്നത്. പോയി എടുത്തോണ്ട് പോടാ. എടുക്കണ്ട, പിന്നെ വിസിലടിച്ചാൽ മതി, വരും. വിസിലടിച്ചാ വരുമെന്നു? ആ. എന്നാ വിസിലടി. ഇതെന്ത് ഗിഫ്റ്റാണ്? ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ്, രാശി ഗിഫ്റ്റ്.